അപ്പോൾ കുഞ്ഞിനിങ്ങനെ കണ്ണൊക്കെ തിരുമ്മി എവിടെ ഇരിക്കുന്നതെന്നല്ലേ, മറ്റെവിടെയല്ല ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമുക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 1 ഡേ ട്രിപ്പ് പോവുകയാണ്. തിരുവനന്തപുരത്തേക്കാണ് യാത്ര. അത് വിമാനത്തിലാണ് പോകുന്നത് ഗായ്സ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, സത്യം പറഞ്ഞാൽ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഒന്ന് വിമാനത്തിൽ കയറണം എന്നുള്ളത്. അപ്പം നമുക്കും അത് പറ്റിയില്ല. അപ്പം നമ്മളുടെ കുട്ടികളെങ്കിലും അതിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് ഭയങ്കര ഒരു കാര്യം തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും എന്താ പറയുക, അത്രയും വലിയ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, വിനുവാടിനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ആൻറ്റിയും കൂടി ഉണ്ട്, അമ്മേൻ്റെ ചെറിയ അനിയത്തിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെയും കൂടെ കൂട്ടാൻ പറ്റിയതും കൂടെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് 4 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയൊക്കെ ഉറക്കത്തിന് എഴുന്നേച്ചതിൻ്റെ ചടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തു. ബിസ്ക്കറ്റായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ തിരിച്ചു വരുന്നത് ട്രെയിനിലാണ്, ഫ്ലൈറ്റിലല്ല. പോകുന്നതേ ഉള്ളൂ ഫ്ലൈറ്റിൽ, തിരിച്ചു വരുന്നത് നമ്മൾ ട്രെയിനിലാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മുന്നൊരുക്കങ്ങൾ, അതായത് അവിടെ പോയിട്ട് റൂമൊക്കെ എടുത്തിട്ട് ഡ്രസ്സപ്പൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ആക്കി തരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂടി വർക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മളൊരു 10-70 ആൾക്കാരുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയൊക്കെ ആയിട്ട്, നമ്മൾ ആദ്യമായിട്ടാണല്ലോ, നമുക്കിത് അറിയുന്നില്ലല്ലോ. പക്ഷേ വിനോദേട്ടൻ ഭയങ്കര കൂളായിട്ടായിരുന്നു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം വിനോദേട്ടന് കുറേ പ്രാവശ്യം പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ ഒരു ടൈമിൽ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് കുഞ്ഞനാണ്. താഴത്തുനിന്ന് വിമാനം കാണുമ്പോൾ എനിക്കതിൽ കയറണം, വിമാനം വേണം, വിമാനം കാണണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തുന്തോറും ആകാംക്ഷയും എന്താ പറയുക, ഒരു ഭയങ്കര ത്രില്ലിലായിരുന്നു അവൻ. അവന് മാത്രമല്ല, നമ്മൾ വലിയവർക്ക് പോലും ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഓരോ കാര്യങ്ങളും. അതായത് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്കതൊരു വലിയ സന്തോഷമാണല്ലോ. അപ്പോൾ നമ്മൾ സന്തോഷം മാത്രമല്ല, ഒരു അത്ഭുതമാണ്. അപ്പോൾ നമ്മൾ ആകാശത്ത് നിന്ന് കണ്ട സാധനം നമ്മളിതിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ അത്രയും വലിയ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. കുഞ്ഞിനിതേ ഭയങ്കര സന്തോഷത്തിലാണ്. അവൻ്റെ സന്തോഷമാണല്ലോ നമ്മൾക്ക് ഏറ്റവും വലുത്. അപ്പോൾ അതിനെ കയറ്റാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെയും വിനുവാൻ്റെയും കുഞ്ഞിൻ്റെയും സീറ്റ് വേറെ വേറെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് നമ്മുടെ കൂടി വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടെ ഒന്ന് സഹായിച്ച് സെറ്റിൽഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരും ഒരേ സീറ്റിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വിൻഡോ സീറ്റ് കുഞ്ഞൻ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവിടെ തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഇടാൻ വേണ്ടി കുഞ്ഞനൊന്നും പറഞ്ഞിട്ടില്ല, ആശാനെല്ലാം ഒറ്റയ്ക്ക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കായിരുന്നു ബുദ്ധിമുട്ട്, വിനോദേട്ടനായിരുന്നു അത് ചെയ്ത് തരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ഫുള്ളായി. നമ്മൾ മാത്രമല്ല, വേറൊരു ടീമും കൂടി ഉണ്ടായിരുന്നു. അവരെ കാണാൻ നല്ല രസം. കുറേ അമ്മമ്മമാരായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു അവരുടെ വർത്തമാനം കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട്. അപ്പം നമ്മളൊരു 1.5 മണിക്കൂർ കൊണ്ട് ഏകദേശം എത്തും. അപ്പോൾ ഇതേ പൊങ്ങാൻ തുടങ്ങി, കുറച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ നിന്നുള്ള കാഴ്ച കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഈ ഫ്ലൈറ്റിനും ഒരു റൺവേ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ്, അല്ലാണ്ട് ഡയറക്റ്റ് പൊന്തുമല്ല ചെയ്തത്, ഒരു റൺവേയിലേക്ക് കൂടി ഇങ്ങനെ പാസ് ചെയ്ത് ലാസ്റ്റ് പൊന്തുകയാണ് ചെയ്തത്. അതൊക്കെ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണല്ലോ അറിയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുഞ്ഞിനിത് കയറുമ്പോൾ ഫ്ലൈറ്റ് പൊന്തുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അവന്. അതായത് ഇപ്പം എനിക്കെന്തെങ്കിലും പറ്റുമോ, എനിക്കെന്തെങ്കിലും ആവുമോ, അങ്ങനത്തെ ഒക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. പിന്നെ അവൻ കൂളായി. പിന്നെ മേഘങ്ങളും പിന്നെ താഴത്ത് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആകാംക്ഷയായി. ഞാൻ വെലിഞ്ഞായിരുന്നു ഓരോ വീഡിയോ എടുത്തത്. പക്ഷേ വെലിഞ്ഞെടുത്തതിനെ കൊണ്ടും വലിയ ക്ലിയറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വിൻഡോ ശരിയില്ല, കുറച്ചൊരു ഒരു ശരിയില്ലാത്ത വിൻഡോ ആയിരുന്നു. എന്നാൽ പോലും വീഡിയോ എടുക്കുന്നത് നിർത്താൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ക്ലിയർ ഇല്ലെങ്കിൽ പോലും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ കൂടി ആയിരുന്നു കൂടുതലായിട്ടും നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഇങ്ങനെ ബ്ലറായ പോലെ കുറച്ച് ഇതായിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോ പിടിച്ച് വെച്ചാൽ ചിറക് തന്നെയായിരുന്നു. ആ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിറകായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വിമാനത്തിൻ്റെ ആ ഒരു ചിറക് ഞാൻ കൂടുതൽ ടൈം എടുത്തുകൊണ്ടിരുന്നു. എന്താ പറയുക, നമ്മുടെ മനസ്സ് അത്രയും സന്തോഷത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഒന്ന് വിമാനത്തിൽ കയറണം എന്നുള്ളത്. അപ്പോൾ അത് സാധിച്ചതിൻ്റെ ഒരു സന്തോഷവും കൂടെ വാവേനെയും കൂടെ കൂട്ടാൻ പറ്റിയതിൻ്റെ സന്തോഷം എല്ലാം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് നമ്മൾ മേഘത്തിൻ്റെ ഇടയിലൊക്കെ എത്തി. മേഘത്തിൻ്റെ ഇടയിൽ നല്ല തൂവൽ കെട്ട് പോലത്തെ മേഘങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു. നമ്മൾ പൊങ്ങുന്ന സമയത്ത് നല്ല ഇരുട്ടായിരുന്നു. അത്ര വലിയ തെളിഞ്ഞതും മേഘവും കാര്യങ്ങളൊന്നും സൂര്യൻ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നല്ല റെഡിഷ് മേഘമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര സന്തോഷമായി. നമുക്ക് അപ്പുറത്തെ സൈഡായിരുന്നു സൂര്യൻ ഉണ്ടായിരുന്നത്. അപ്പം ആകാശം മൊത്തമായിട്ടാണല്ലോ ചോക്ക, അങ്ങനെ അതിൻ്റെ പേരിൽ ചോന്നപ്പോൾ നമുക്കും കൂടെ ഈ സൈഡിലും കൂടെ കാണാനുണ്ടായി. പക്ഷേ ഞാൻ മറ്റേ സൈഡിലും കൂടുതൽ നോക്കി. കാരണം എന്ന് വെച്ചാൽ അവർക്ക് നല്ല പ്രകാശപൂരിതമായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡായതുകൊണ്ട് അത്ര ആ ഒരു സൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സൂര്യൻ്റെ ഇങ്ങനെ മഞ്ഞ കളർ അങ്ങനെ ആയി വരാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ചുവന്ന് ഇത് കളറ് പോയിട്ട് നല്ല ഒരു മഞ്ഞ കളറ് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തൂവൽക്കെട്ട് മേഘം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കും ഞാൻ പഴയ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും നമുക്ക് നടക്കാത്തൊരു കാര്യം ഇന്നിപ്പോൾ നടന്നതിൻ്റെ ഒരുപാട് സന്തോഷത്തിലൊക്കെ ആയിരുന്നു നമ്മൾ. വിനോദേട്ടൻ്റെ കൂടെ പോകണമെന്നും ദുബായ് കാണണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ ഏകദേശം നമ്മളെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കൊറോണ വന്നു. പിന്നെ വർക്കിൻ്റെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഏട്ടനത് ക്യാൻസൽ ചെയ്ത് വരികയായിരുന്നു ചെയ്തത്. പിന്നീട് അങ്ങോട്ട് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഭാവിയിൽ പോകാൻ പറ്റുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ഫ്ലൈറ്റിൽ കയറാൻ പറ്റി. ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ചൊരാഗ്രഹമായിരുന്നു. അപ്പോൾ അത് ദൈവം നടത്തി തന്നു. ദൈവത്തിന് അതിൻ്റെ ആഴം മനസ്സിലായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇനി പരാതിയൊന്നും ആരോടും പറയാൻ പറ്റില്ല ഫ്ലൈറ്റിൽ കയറിയില്ല എന്നുള്ളത്. എൻ്റെ ഇതിൽ തന്നെ ഫ്ലൈറ്റിൽ കയറാൻ പറ്റി, അതൊരുപാട് സന്തോഷം. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി കുറേ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോഴത്തേക്കും കുഞ്ഞപ്പൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞപ്പൻ കുറേയൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞപ്പൻ അങ്ങനെ ഇങ്ങനൊരിത് എന്താ വെച്ചാൽ വിൻഡോ ബ്ലർ ആയതുകൊണ്ട് തന്നെ അവനും നേർക്ക് കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ രാവിലെ എണീച്ചതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും, അവൻ കുഞ്ഞല്ലേ. ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ വെച്ചാൽ ഇങ്ങനെയൊന്ന് നടന്നല്ലോ എന്നുള്ളതിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഏട്ടനാണെങ്കിലും കുറച്ച് നേരമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. കുറേ പേര് ഭയങ്കര സന്തോഷത്തിൽ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കലും കാര്യങ്ങളും ബഹളവും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം തിരുവനന്തപുരത്തേക്ക് എത്തി. തിരുവനന്തപുരത്ത് എത്തിയിട്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഫുള്ള് ബിൽഡിങ്ങുകളാണ് ഇന്ന് അങ്ങത്തോളം. കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്നുള്ള കാഴ്ച വേറെ തന്നെയാണല്ലോ. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഒരു കടലിൻ്റെ മുകളിലേക്കൂടിയുള്ള യാത്രയായിരുന്നു. അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി ഗൈസ്. അപ്പോൾ അത് ഇതിൽ ആഡാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തി. തിരുവനന്തപുരത്ത് നിന്നും ഇതുപോലെ നമ്മൾ നേരെ ഇറങ്ങി. പിന്നെ ഒരു മറ്റേ ഞാൻ പറഞ്ഞില്ലേ റൺവേ പോലത്തെ, അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞായിരുന്നു നമ്മൾ ലാസ്റ്റ് ഫ്ലൈറ്റ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇറങ്ങുമ്പോൾ ചെറിയൊരു ജർക്കിങ് ഉണ്ട്. ആ ഒരു ടെൻഷൻ. ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ നല്ലോണം പേടിച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഓക്കെ ആയിട്ടാ. ആ ഒരു നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ളൊരു ജർക്കിങ്, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് ഇങ്ങനെ കറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ താഴത്ത് ഇറങ്ങുന്നതിൻ്റെ സമയമാകുമ്പോഴത്തേക്കും കുഞ്ഞിനെ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വെച്ച കുഞ്ഞിനൊന്ന് പേടിച്ചു പോകുന്നു. അപ്പോഴത്തേക്ക് ഇല്ല, പ്രശ്നമൊന്നുമില്ല, അവൻ ഓക്കെയാണ്. പിന്നെ ലാസ്റ്റ് ഇറങ്ങാനാകുമ്പോഴത്തേക്ക് ഇനിയും കയറണം, ഇനിയും വരണം, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. പക്ഷേ ഇനിയും കൂടെ അവന് വേണമെന്നാണ് അവൻ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് മറ്റെവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റിയല്ലോ വിമാനത്തിൽ. പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പം ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല നടന്നത്. അപ്പം നാളെ ഇനി എന്ത് നടക്കുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദൈവം എന്താണ് കരുതി വെച്ചതെന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും മായാജാലങ്ങളൊക്കെ സംഭവിച്ച് അങ്ങനെയൊക്കെ നടക്കട്ടെ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് വേറൊരു ഫ്ലൈറ്റ് ഇതേ പൊങ്ങാനായിട്ട് തിരിഞ്ഞ് വരുന്നുണ്ട്. റൺവേയിലെ കൂടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞിനെ ഇങ്ങനെ നോക്കി ആസ്വദിക്കുന്നതൊക്കെ കണ്ടു അവിടുന്ന്. അങ്ങനെ വന്ന് നിന്ന് തിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് കുറച്ചും കൂടി സൂം ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും വേറൊരു ഫ്ലൈറ്റ്, കാരണം എന്ന് വെച്ചാൽ അതിങ്ങനെ തിരിയുന്നതുകൊണ്ട് എന്തായാലും വന്നത് തന്നെയായി, ഒരേ ടൈം വന്നതല്ല എന്ന് മനസ്സിലായി. അപ്പോൾ പൊന്താനായിട്ട് പോകുന്നതാണെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടാ. അങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ച് പോയി. നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. എയർപോർട്ടിലാണെങ്കിൽ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ. ഇത് വേറെ സ്ഥലത്താണ് നിർത്തിയത്. എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂടെ ഉള്ളവരും അമ്മയും ആൻറ്റിയൊക്കെ അവിടെ തന്നെയായി. ഞാനും ഏട്ടനും കുഞ്ഞിയും മാത്രമേ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഫുൾ ആൾക്ക് കൊള്ളാൻ പറ്റുന്ന ഒരു വണ്ടി ആയിരുന്നില്ല. വലിയൊരു ബസ്സാണ്, ഒരു വലിയ. അപ്പോൾ അങ്ങനെ നിന്നിട്ടൊക്കെ പോകണ്ടേ. അങ്ങനെ നമ്മൾ കയറി നിന്നു. അവരില്ലാതെ നമ്മൾ പോയിട്ടാണ്. അപ്പോഴത്തേക്ക് ഇതേ സൂര്യൻ നോക്കുമ്പോഴത്തേക്ക് സൂര്യൻ ഏകദേശം ഉദിച്ചു പൊങ്ങിയിരുന്നു. അപ്പോഴത്തേക്ക് നേരം നല്ലോണം വെളുത്തു, വെളുത്തു, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതേ വേറൊരു ഫ്ലൈറ്റും കൂടെ അതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റി. അങ്ങനെ ഫുള്ള് അവിടെയും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് പട്ടാളക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് ഹിന്ദി ആയതുകൊണ്ട് നമുക്ക് ഹിന്ദി പറയുമ്പോൾ ഒന്നും മനസ്സിലായില്ല ഗൈസ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെത്തി നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി. എല്ലാവരും ഡ്രസ്സിങ്, മേക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര സെറ്റായിട്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം നമ്മളെ ടീമും ഉണ്ട്, വേറെ ടീമും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അവിടുന്ന് നിൽക്കും, പിന്നെ ബ്രഷ് ചെയ്യും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ളത് അപ്പുറമൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു. ഫസ്റ്റ് കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ്, കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ബ്രഷ് ചെയ്യണം, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ നേരത്തെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, ബിൽഡിങ്ങിൻ്റെ ഒക്കെ പിറകിൽ കടലുണ്ടായിരുന്നു. അപ്പോൾ ആ കടലിൻ്റെ സൈഡിലേക്കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ ട്രിപ്പിൽ നമ്മൾ ഫസ്റ്റ് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശംഖുമുഖം ബീച്ചായിരുന്നു.
അപ്പോൾ ബീച്ചിൻ്റെ സൈഡിലേക്കൂടി തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബീച്ചിലെത്തി നമ്മൾ ഫസ്റ്റ് ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡിന് 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വയറൊക്കെ ഫുള്ളായി. പിന്നെ നമ്മൾ കുറച്ചൊക്കെ തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു, കണ്ടല്ലോ. അപ്പോൾ കുറിക്കാനുള്ളതായിരുന്നു കഴിച്ചത്, എന്നാൽ പോലും ഫുള്ളായിരുന്നു. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം നമ്മൾ നേരെ ശംഖുമുഖം ബീച്ചിലേക്ക് കയറി. വെയിൽ എന്നൊക്കെ പറഞ്ഞാൽ അപാര വെയിലായിരുന്നു. നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും വെയിലായിരുന്നു. എന്നിട്ടും നമ്മൾ സ്ഥലമൊക്കെ കാണാനായിട്ട് നമ്മൾ കുറച്ച് നടന്നിട്ട് ഇതിൻ്റെയൊക്കെ പിറകിലാണ് കടലുള്ളത്. അപ്പോൾ കടൽ കാണാനായിട്ട് നമ്മുടെ നാട്ടിൽ കുറേ കടൽ കണ്ടതാണെങ്കിലും നമ്മൾ ശംഖുമുഖം ബീച്ചിൽ ഒന്ന് കടലിൽ കീഴണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഒട്ടും പറ്റില്ല ഗൈസ്. അതും ആ ഒരു ടൈം 10-11 ആ ഒരു ടൈമിൽ ഒരിക്കലും അവിടെ നിന്ന് നിൽക്കാനേ പാടില്ല, നമ്മൾ കരിഞ്ഞു പോകും. അപ്പം നമ്മൾ കുറച്ച് നേരം നടന്നതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത്, തണലില്ലൊരു സ്ഥലത്ത് ഇങ്ങനെ ഇതുപോലത്തെ ഒരു ചെയറിൽ വന്നിട്ട് സോഫയല്ല എന്താ ഇതിന് പറയുക, ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ വന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്നു. കുഞ്ഞുട്ടിന് അവിടെ നിന്നൊക്കെ ഓക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെങ്ങായിൻ്റെ തനി സ്വഭാവമൊക്കെ പുറത്ത് വരാൻ തുടങ്ങി, കരച്ചിൽ വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു. ബസ്സിൽ നിന്നൊക്കെ ഇരുന്ന് ഉറങ്ങും, പുറത്തിറങ്ങുമ്പോൾ കരച്ചിലും അങ്ങനത്തെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് കടലിൻ്റെ അടുത്ത് എത്തുമ്പോൾ, ബീച്ചിൻ്റെ അടുത്ത് ആ ഒരു ഇതിൽ എത്തുമ്പോഴത്തേക്കും നമ്മളെ ടീമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് കീയാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല, പിന്നെ ഇങ്ങനെ വർക്ക് നടക്കുകയാണ്, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് അവിടെ വരെ പോയിട്ട് അങ്ങനെ കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടല്ല ഗൈസ് തിരുവനന്തപുരം വരുന്നത്. തിരുവനന്തപുരം നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്, മാമാരൊക്കെ ഉണ്ട്. അപ്പോൾ മാമാരുടെയൊക്കെ കല്യാണം കൂടെ ഞാൻ 1-2 വട്ടം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. നേരെ അവിടത്തേക്ക് വിടും. പിന്നെ മാമാരും ആൻറ്റിമാരും അമ്മയും അച്ഛനും ഒക്കെ എല്ലാവരുമായിട്ടാണല്ലോ പോകുന്നത്. നേരെ അവിടത്തേക്ക് പോകും, കല്യാണം കൂടുന്നു, തിരിച്ചു പോകുന്നു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭയങ്കര ലോങ് ആണ്, ദൂരമല്ലേ, നല്ല ദൂരം. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറയുമ്പോൾ നല്ല ദൂരമായി. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ സ്ഥലം എന്ന് പറയുന്നത് പാലസ് ആയിരുന്നു, തിരുവനന്തപുരം പാലസ്. ഇത് നമ്മൾ സിനിമയിൽ മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, ശോഷിച്ചു പോയിട്ടുണ്ട്. എന്നാലും നല്ല രസമായിരുന്നു കാണാനായിട്ട്. ചുറ്റും പൂന്തോട്ടമൊക്കെ ആയിട്ട് നമ്മൾ ചുറ്റുമൊക്കെ നടന്നെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. വീഡിയോ ഇവിടെ അല്ലായിരുന്നു, ഫോട്ടോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ കുറച്ച് അപ്പുറം പോയാലും മ്യൂസിയം, സൂ, പിന്നെ അക്വേറിയം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. അതിനുശേഷം ഫുഡ് കഴിക്കാനൊരു കുഞ്ഞ് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ പോയിരുന്ന് ബിരിയാണി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കാനല്ല, കുറച്ച് നേരം എല്ലാവരും കഴിക്കുന്നവരും ഒന്ന് കാത്തുന്നു. അപ്പോൾ നമുക്കത് കുഞ്ഞ് റെസ്റ്റായി. അങ്ങനെ നമ്മൾ റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവിടുന്ന് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലാം ഏകദേശം അടുത്തടുത്താണ്. പാലസ്, മ്യൂസിയം, സൂ, പിന്നെ അക്വേറിയം, അതൊക്കെ അടുത്തടുത്ത് തന്നെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ചാർജ് വീണ്ടും പോയി. അപ്പോൾ നമ്മൾ പവർ ബാങ്കിലായിരുന്നു ബാക്കി ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ടൈം പിടിക്കുന്നത് പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് അധികം പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ പത്മനാഭസ്വാമി ടെമ്പിൾ നമുക്ക് മിസ്സായി, അവിടെയും മിസ്സായി. പിന്നെ ലാസ്റ്റ് പോയത് തിരുവനന്തപുരം മാളിലേക്കായിരുന്നു. മാളിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇവിടുത്തെ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ ഒരു റൂമെടുത്തു. റൂമിൽ നിന്ന് ഫ്രഷപ്പായി ട്രെയിനിൽ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ കണ്ടിഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.